നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിന് പോലും അറിയാത്ത അതീവ രഹസ്യ കേന്ദ്രങ്ങളിൽ അമേരിക്ക വൻതോതിൽ ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ടെന്ന്, ഏതു വലിയ യുദ്ധത്തെയും നേരിടാൻ രാജ്യം പൂർണ്ണമായി സജ്ജമാണെന്നും വൈറ്റ് ഹൌസ് അറിയിക്കുകയാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ആയുധ ശേഖരണങ്ങളെക്കുറിച്ച് ഉയരുന്ന ആശങ്കകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രസ് സെക്രട്ടറിയുടെ ഈ നിർണായക വെളിപ്പെടുത്തൽ. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വിജയകരമായി പൂർത്തിയാക്കാൻ ആവശ്യത്തിലധികം അത്യാധുനിക ആയുധങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ടെന്ന് വൈറ്റ് ഹൌസ് അവകാശപ്പെടുകയാണ്. നിലവിൽ ഇറാനിലെ യുദ്ധഭൂമിയിലേക്ക് അമേരിക്കൻ കരസേനയെ നേരിട്ട് അയക്കാനുള്ള പദ്ധതി ഇല്ല എന്ന് കരോളിൻ ലീവിറ്റ വ്യക്തമാക്കി. എങ്കിലും സാഹചര്യം മാറുന്നതിനനുസരിച്ച് കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ പ്രസിഡന്റിന്റെ മറ്റ് സൈനിക ഓപ്ഷനുകൾ തള്ളിക്കളയുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. മുൻ ഭരണകൂടം യുക്രൈന് സൗജന്യമായി ആയുധങ്ങൾ നൽകിയത് അമേരിക്കയുടെ കരുത്തിനെ ബാധിച്ചിരുന്നു എന്ന വാദങ്ങളെ പുതിയ വെളിപ്പെടുത്തലിലൂടെ വൈറ്റ് ഹൌസ് പ്രതിരോധിച്ചു. രഹസ്യ കേന്ദ്രങ്ങളിലെ കരുത്ത് ഏത് സാഹചര്യത്തെയും നേരിടാൻ പര്യാപ്തമാണ്. തൽക്കാലം മിസൈൽ വ്യോമാക്രമണങ്ങൾക്കും നാവിക നീക്കങ്ങൾക്കുമാണ് മുൻഗണന. ഇറാൻ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആയുധ നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ വേഗത്തിലാക്കാൻ പ്രമുഖ പ്രതിരോധ കമ്പനികളുടെ മേധാവികളുമായി പ്രസിഡന്റ് ട്രംപ് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം കൂടുതൽ മാരകമാകുമെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ 2000-ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. ഇതിന് തിരിച്ചടിയായി 500 ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും ഇറാൻ തൊടുത്തുവിട്ടതായി US നേവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിൽ ഒന്നായ സൗദിയിലെ അരാംകോയുടെ റാസ് തനുറ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇത് 2ാം തവണയാണ് അരാംകോ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഉൽപാദനത്തിന് തടസ്സമില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണം ആഗോള എണ്ണ വിപണിയെ ആശങ്കയെ ആഴ്ത്തിയിട്ടുണ്ട് എന്നും ഇതിനു പുറമെ സൗദിയിലെ CIA താവളങ്ങളിലും ഇറാൻ ഡ്രോണുകൾ പതിച്ചതായി സ്ഥിരീകരണമുണ്ട്. UAE ഇറാൻ തൊടുത്ത 129 ഡ്രോണുകളിലും 3 മിസൈലുകളിലും പെട്ട് 3 പേർ മരിച്ചു. വിദേശികളടക്കം 78 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങളാൽ പ്രകൃതിവാതക ഉൽപാദനം ഖത്തർ പൂർണ്ണമായും നിർത്തിവെച്ചു. ഇറാൻ സൈന്യത്തിനായി ചാരവൃത്തി ചെയ്തവരെ ഖത്തറിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 ഡ്രോണുകളും 2 ക്രൂയിസ് മിസൈലുകളുമാണ് ഖത്തർ ലക്ഷ്യമാക്കി എത്തിയത്. ഇന്ത്യൻ സമുദ്രത്തിലെ ഡീഗോ ഗാർസിയ സൈനിക താവളത്തിൽ നിന്ന് US ആക്രമണം ശക്തമാക്കിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. ഇന്ത്യൻ സമുദ്രത്തിലെ കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടുന്നത് വ്യാപാര മേഖലയെ ബാധിച്ചേക്കാം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി ഇറാൻ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കം.